ഹായ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഇന്ന് നമുക്ക് പാർക്കിലെ വിശേഷങ്ങൾ കണ്ടാലോ. ഇത് അൽക്കൂസിലുള്ള പോണ്ട് പാർക്കാണ് കേട്ടോ. വീട്ടിലിരുന്ന് കുറച്ച് ബോറടിച്ചപ്പോൾ പുറത്തൊക്കെ പോയി ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻവിക്ക് പാർക്കെന്ന് പറഞ്ഞാൽ തന്നെ വലിയ സന്തോഷമാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ചുറ്റും നോക്കലായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ പതിയെ കുറച്ച് ആളുകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരം കളിച്ചും ഊഞ്ഞാലാടിയും നടന്നും കാറ്റൊക്കെ കൊണ്ടും സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. വീട്ടിലെ ജോലികളുടെ ഇടയിൽ ഇങ്ങനെ ഒരു മണിക്കൂർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിന് നല്ലൊരു മാറ്റം കിട്ടും. സത്യത്തിൽ കുഞ്ഞിൻ്റെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പം അവൾക്ക് മാത്രമല്ല നമുക്കും മനസ്സിനൊരു സന്തോഷമാണ്. ഫോൺ മാറ്റി വെച്ച് കുറച്ച് സമയം ഇങ്ങനെ ചിലവഴിക്കുമ്പോൾ തന്നെ വേറൊരു ഫീലാണ് കേട്ടോ. ആൻവി ഇപ്പോൾ ഓരോ ദിവസം പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. അവിടെ കുഞ്ഞു കുഞ്ഞു റിയാക്ഷൻസ് കാണുമ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കുറച്ച് വർഷം കഴിഞ്ഞ് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ. അങ്ങനെ അവിടെയുള്ള എല്ലാ സാധനങ്ങളിലും അവൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് ചേച്ചിമാരെയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും അവളുടെ കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ചു. ആൻവിയുടെ കൂടെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലൊന്നും എല്ലാം നടക്കത്തില്ല. ചിലപ്പോൾ അവൾക്ക് നടക്കണം, ചിലപ്പോൾ അവളെ എടുത്തുകൊണ്ട് നടക്കണം, ചിലപ്പോൾ വെറുതെ ഇരുന്ന് ചുറ്റും ഇങ്ങനെ നോക്കണം, അല്ലെങ്കിൽ ഓടി നടക്കണം. പക്ഷേ അത് പേരൻറ്റിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി തന്നെയാണ്. ഈ പാർക്കിൽ മൊത്തത്തിലൊരു കാം ആൻഡ് പീസ്ഫുള്ളായിട്ടുള്ള ഫീലാണ് കേട്ടോ. മൊത്തത്തിലൊരു ഗ്രീനറി, പിന്നെ അതിൻ്റെ നടുവിലായിട്ട് ഒരു ബ്യൂട്ടിഫുൾ പോണ്ട്, പിന്നെ അതിന് ചുറ്റും നമുക്ക് നടക്കാനുള്ള സ്ഥലം, ഈവനിങ് വാക്കിനും ഫാമിലി ടൈമിനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് ഇത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളും അവിടെയൊക്കെ നടന്നു, കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ശരിക്കും വലിയ പ്ലാൻസ് ഒന്നും ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഓണസ്റ്റ്ലി ഇങ്ങനെയുള്ള സിമ്പിൾ ഔട്ടിങ്സ് ആണ് പിന്നീട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആയിട്ട് മാറുന്നത്. ഫാമിലിയോടൊപ്പം നമുക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങിയ വഴിക്ക് മൈനയെയും പൂച്ചയൊക്കെ കണ്ടു. പൂച്ചയെ കണ്ടപ്പോൾ പിന്നെ ആൻറ്റി വീട്ടിലില്ല, പിന്നെ അതിൻ്റെ പുറകിന് നടക്കുമായിരുന്നു. അപ്പോൾ ഇത് കിഡ്സിനും അഡൽസിനും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ. ബായ്.